പൾസറിന്റെ വേഗത പോലീസിനില്ലേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ പി ടി തോമസ് MLA, ഈ സംഭവം നടന്നതിന് ശേഷം ഇതിന്റെ ആദ്യഘട്ടം മുതലുള്ള നീക്കങ്ങൾ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് താങ്കൾ. മാത്രവുമല്ല, ഇതിന്റെ നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് നയിച്ച ഇടപെടലുകളും താങ്കളുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. എന്തേ താങ്കൾക്ക് ഇന്നൊരു നിരാശ? യഥാർത്ഥത്തിൽ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും ഒരു അന്വേഷണം നടക്കുന്നു എന്നാണ് തുടക്കത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചത്. എന്നാൽ ദിവസം 5 പൂർത്തിയാകുമ്പോൾ എനിക്ക് വളരെ ആശങ്കയുണ്ട്. ഈ അന്വേഷണം വഴിതെറ്റുകയാണോ, ഈ യഥാർത്ഥ പ്രതി പിടിക്കപ്പെടാതിരിക്കുകയാണോ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഇരുളറകളിലേക്ക് മാറിപ്പോവുകയാണോ എന്ന് സന്ദേഹിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയിൽ എനിക്ക് സംശയം വ്യക്തമായുണ്ട്. അത് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം തുടക്കം മുതലേ തന്നെ മുഖ്യമന്ത്രി, ഇന്നാണ് മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞത്. മിണ്ടുക മാമുനെ എന്ന ഒരു കവിത പോലെ മുഖ്യമന്ത്രിയെപ്പോലൊരാൾ ഇത്രയും ക്രൂരമായ നിഷ്ഠൂരമായ സമൂഹത്തെ ഞെട്ടിപ്പിച്ച, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഉണ്ടാവാത്ത തരത്തിലുള്ള ഈ പ്രശ്നത്തിൽ അക്ഷരം പുറത്ത് പറഞ്ഞത് ഇന്ന് മാത്രമാണ്. ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആർക്കും പ്രതികരിക്കാം. കാരണം സോഷ്യൽ മീഡിയ തിരിച്ചൊന്നും മുഖ്യമന്ത്രിയോട് ചോദിക്കുകയില്ല. മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മടിച്ചു? അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിൻവലിച്ചിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. 1 മാസത്തിലേറെ കാത്തിരുന്ന് ഗൂഢാലോചന നടത്തി, അതിന് കരുക്കൾ നീക്കി, താവളം കണ്ടെത്തി, വണ്ടി കണ്ടെത്തി, എല്ലാ തയ്യാറെടുപ്പും നടത്തിയപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച്, അതുപോലുള്ള ആളുകളൊക്കെ ഇവിടെ പോയി. അതോടൊപ്പം തന്നെ ഏറ്റവും സുരക്ഷയുള്ള എയർപോർട്ട് റോഡിൽ നിന്നും 12-13 നമ്മുടെ സിഗ്നൽ ജംഗ്ഷൻ കടന്നാണ് ഈ XUV വണ്ടി ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. എവിടെ പോയി നമ്മുടെ പോലീസിൻ്റെ ക്യാമറകൾ? ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഒരു പകൽ വെളിച്ചം പോലെ, എറണാകുളം പട്ടണത്തിൽ പകൽ വെളിച്ചം പോലുള്ള സമയമാണ് രാത്രി 9:30 മുമ്പുള്ള സമയങ്ങൾ, അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് വളരെയേറെ സംശയങ്ങളുണ്ട്. ഗവൺമെൻറ് കുറ്റവാളികളെ വിടാൻ അനുവദിക്കരുത്, അവരെ പിടിക്കണം. അതിന് പോലീസിന് ശക്തമായ അനുമതി കൊടുക്കണം. പോലീസിന് ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കണം. അത് കൊടുക്കുന്നുണ്ടോ എന്ന സംശയം അതിശക്തമായി ഞാൻ ഉന്നയിക്കുകയാണ്. ശ്രീ PT, ഇന്ന് പിണറായിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: നമ്മുടെ സംസ്ഥാനമാകെ ഗൗരവമായി കണ്ടൊരു കാര്യമാണല്ലോ അത്. അതിൽ നടിയായാലും അവരുമായി ബന്ധപ്പെട്ടവരായാലും കേരളത്തിൻ്റെ സിനിമാ ലോകമായാലും പൊതുസമൂഹമായാലും അവരെല്ലാം ഈ കാര്യത്തിൽ പോലീസ് പെട്ടെന്ന് തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു എന്ന പൊതുധാരണയിലാണ് എത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളുമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാവരും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരാളെ ഇപ്പോഴും കിട്ടേണ്ടതായിട്ടുണ്ട്. അയാളെ പിടികൂടാനുള്ള ത്വരിതമായ ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് പറയുന്നത് പിടികൂടാനാകും എന്ന് തന്നെയാണ്. അതിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. PT, 6-ൽ 4 പേരകത്താണ്. വേണു, ഇതിലെ 1-ാം പ്രതി എന്ന് പറയുന്ന ആളെ പിടിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടിയാണ്. അയാളെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അയാൾക്ക് സുഖചികിത്സ കൊടുക്കുന്നതിനെ പറ്റി പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളെ സംശയം തോന്നി. ഞങ്ങൾ ഇയാളെ പ്രതിസ്ഥാനത്ത് വരേണ്ട ആളാണ്, ഇയാൾ കുഴപ്പക്കാരനാണെന്ന് പറയുന്നത്. എന്ത് സുഖചികിത്സ സാർ? അല്ല, സുഖചികിത്സ എന്ന് ഞാൻ ഉദ്ദേശിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി സംശയം പ്രകടിപ്പിച്ച് അയാൾ പ്രതിയാകുന്നത്. അതാണ് ഗവൺമെൻറ് 3-4 ദിവസം ആഘോഷിച്ചത്. ആ നിമിഷം തന്നെ 1-ാമത്തെ പ്രതി പിടിയിലായി എന്ന മട്ടിൽ. യഥാർത്ഥത്തിൽ ബാക്കി കിട്ടിയിരിക്കുന്ന പ്രതികളെ പറ്റി നിങ്ങൾ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിക്കോളൂ. ആ അന്വേഷണം നടത്തിയാൽ എങ്ങനെയാണ് പ്രതികളെ കിട്ടിയത് എന്നൊക്കെ വ്യക്തമാകും. ഇവിടെ 12:10 അല്ലെങ്കിൽ 12:15
ഗാന്ധിനഗർ ടവറിൻ്റെ കീഴിലുള്ള പ്രതി എങ്ങനെ രക്ഷപ്പെട്ടു? എറണാകുളം പോലൊരു പട്ടണത്തിൽ നിന്ന് ആലപ്പുഴയിൽ ചെന്നു എന്ന് പറയുന്നു, കോയമ്പത്തൂർ എന്നെന്ന് പറയുന്നു, വീട് വളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ദിവസം 5 കഴിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ഈ പ്രതിയെ പിടിക്കുമായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചിടത്തു നിന്നാണ് ഈ വഴുതിപ്പോക്കൽ ഉണ്ടായിരിക്കുന്നത്. അത് ബോധപൂർവമാണോ എന്ന് ഗൗരവതരമായി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ SR ശക്തിധരൻ, പിണറായി ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഈ പോലീസ് വീഴ്ചയ്ക്കുള്ള പരിഹാരമാകുന്നില്ല സാർ? അല്ല, പോലീസ് വീഴ്ച വരുത്തി എന്ന് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യണം. പോലീസ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് പോലീസിനെ അറിയുള്ളൂ. ഇപ്പോൾ പോലീസ് കൃത്യമായൊന്നും പറയുന്നില്ല. നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും. പക്ഷേ SR ശക്തിധരൻ, നമുക്ക് നേരിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു അന്തരീക്ഷത്തിലിരുന്ന് ചർച്ച ചെയ്യുകയല്ല, ഊഹാപോഹവുമല്ല ചർച്ച ചെയ്യുന്നത്. കാരണം PT നമ്മുടെ അതിഥിയാണ്. അദ്ദേഹം അടക്കം സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇടപെട്ടതുമാണ്. ഈ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പോലും തോന്നാതിരുന്ന സംശയം PT-ക്കാണ് തോന്നുന്നത് മാർട്ടിനെ പറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പിന്നെ PT ആണ് പറയുന്നത് ഈ പൾസർ ഫോണിൽ സംസാരിക്കുമ്പോൾ വേഗം ഇതിൻ്റെ ലൊക്കേഷൻ നോക്കൂ എന്ന്. അങ്ങനെ ഈ അസിസ്റ്റന്റ് കമ്മീഷണറിൻ്റെ ലൊക്കേഷൻ നോക്കി വേഗം ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഗാന്ധിനഗർ ടവറിന് കീഴിലുണ്ടായെന്ന്. എന്നാൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലാലിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ലാലിൻ്റെ ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ പരമാവധി അതിവേഗത്തിൽ പിടികൂടാൻ കഴിയുന്ന ഒന്നാണ് കൊച്ചിയെ സംബന്ധിച്ച് പോലീസിന് ഈ പ്രതിയെ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യായങ്ങളെല്ലാം നമുക്ക് വസ്തുതാപരമായി പരിശോധിച്ചാൽ ഇത് പോലീസിന് ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു തോന്നൽ ആളുകളുടെ ഇടയിലുണ്ടാവും. പക്ഷേ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതി രക്ഷപ്പെടാൻ ഏതെല്ലാം തരത്തിലുള്ള സോഴ്സസാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഒരു കാര്യം ഇപ്പം നമുക്ക് ബോധ്യമായി, വെറും ഒരു പോലീസിന്റെ സോഴ്സസ് ഉപയോഗിക്കാതെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. പോലീസ് എന്തുകൊണ്ട് ആ സോഴ്സ് ഉപയോഗിച്ചില്ല? ഇപ്പം PT പോലുള്ള ഒരു ആൾ അവിടെ നിന്നുകൊണ്ട് പറയണം ഇവൻ ഒരു ക്രിമിനലാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോലീസുകാരെത്തിയെന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ടൊരു സ്ഥിതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇത്രയും ഒരു ക്രൂരമായ സംഭവം എറണാകുളം പോലൊരു നഗരത്തിൽ ഈ 7:30-8 മണി മുതൽ 10 മണി വരെ നടന്നിട്ട് അതിനെ ഒന്നും വേണ്ടത്ര രീതിയിൽ പോലീസിനെ അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ വലിയൊരു അപമാനമാണ്, നാണക്കേടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ SR ശക്തിധരൻ, അവിടെ ഈ പോലീസിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും അലേർട്ട് മെസ്സേജ് കൊടുക്കുക. അത് തന്നെയാണ് പെട്രോളിംഗ് ഉണ്ടല്ലോ, പോലീസ് പെട്രോളിംഗ് ഉണ്ടല്ലോ, അത് ശക്തമാക്കുക. അങ്ങനെ കൊച്ചി പോലൊരു നഗരത്തിൽ ഈ 10-11 മണിക്കകം ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുവെങ്കിൽ പോട്ടെ, 12-12:30 അതിൽ 1 മണിക്കൂർ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചാൽ കൈയോടെ പിടികൂടാവുന്ന ഒരു ക്രിമിനൽ മാത്രമാണ് ഇയാൾ. അല്ല, അത് ഞാൻ സമ്മതിച്ചു, അവർ ക്രിമിനൽ മാത്രമാണ്, ഒരു ഡ്രൈവറാണ് എന്നൊക്കെയുള്ളത് സമ്മതിച്ചെങ്കിൽ പോലും അയാളുടെ പിന്നിൽ ഏതൊക്കെയോ വൻകിട ആളുകളുണ്ട് എന്നാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യമാകുന്നത്. അല്ല, ഇതിപ്പോൾ പോലീസിന്റെ കാര്യത്തിലോ പോലീസിനെ ഞങ്ങൾ സംശയിക്കുന്നു. അല്ല, എല്ലാവരും സംശയിക്കണം. പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ത്വരിത വേഗതയിൽ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ഒരു പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഡ്രൈവർ പ്രതിയെ പിടിക്കാനായിട്ട് ബാക്കി 4 പേരെ പിടിച്ചു, ഇയാളെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒന്നുകിൽ അയാളുടെ പിന്നിൽ ശക്തമായ ഏതെങ്കിലും കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, വലിയ ശക്തന്മാരുടേതായിട്ടുള്ള പിന്തുണ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പല തരത്തിലുള്ള വർത്തമാനം ആ ദിവസം കൊച്ചി നഗരത്തിൽ പ്രചരിച്ചിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം കണ്ടെത്തേണ്ടത് പോലീസാണ്. പോലീസ് അത് കണ്ടെത്തുന്നതിന് വേണ്ടത്ര ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ 5 ദിവസമാകുമ്പോഴേക്കും ഈ ഒരു പ്രതിയെ പിടിക്കാത്തതിൽ നിന്ന് ആളുകൾ ഊഹിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ അനുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. പിണറായിയുടെ വാക്കുകളോ സാർ, അതിനെന്ത് വില? പിണറായിയുടെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയാനുള്ള കാര്യം, ഒരാളെയാണ് ഇനി ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്ന ഈ പൾസർ സുനിയെ ആണ്. അല്ല, ഈ പൾസറിനെ കിട്ടാതെ പോകുന്നത് പോലീസിന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ടാണ്. ആ ഭാഗമാണ് പിണറായി ഇപ്പോഴും പറയാതെ വെക്കുന്നത്. അല്ല, പിടിപ്പുകേടാണ് എന്നുള്ളത് അത് അങ്ങനെ പറഞ്ഞു വെക്കണമെന്നൊന്നുമില്ലല്ലോ. 5 ദിവസമായിട്ട് അയാളെ പിടിക്കാൻ കഴിയാതെ പോകുന്നത് പോലീസിനെ വേണ്ടത്ര ജാഗ്രതയില്ല ഈ കാര്യത്തിലെന്നുള്ള ആളുകളുടെ അനുമാനത്തിന് നമുക്ക് നിഷേധിക്കാൻ ശരിയാണ്. പക്ഷേ പിണറായിക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ പിണറായിക്ക് അത് മനസ്സിലാകാനുള്ള പ്രതിബന്ധമാകുന്നത് പോലീസ് എന്നത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പായതുകൊണ്ടാകാം. ശ്രീ MS കുമാർ, എന്തുകൊണ്ട് കൊച്ചി പോലീസിന് അന്ന് തന്നെ പൾസറിനെ പിടികൂടാൻ കഴിഞ്ഞില്ല? അത് കഴിയില്ല വേണം. കാരണം DGP അറിഞ്ഞ ഉടനെ അദ്ദേഹം ചെയ്തത് തൃക്കാക്കര ACയെ വിളിച്ചറിയിക്കുകയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അല്ല വിളിച്ചത്. അദ്ദേഹം ആ റൂറൽ IGയെയും വിളിച്ചില്ല. എന്തിനാ അവരെ ഒഴിവാക്കി ഇദ്ദേഹം ACPയെ വിളിച്ചു?
ഈ സംഭവം അറിഞ്ഞിട്ട് 2-3 മണിക്കൂർ പോലീസ് നിശബ്ദമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അറിയുന്നത്. സാധാരണ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആദ്യം ചെയ്യുന്നത് ആ പ്രദേശം വിട്ട് പോകാതിരിക്കാൻ ആ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുക എന്നതാണ്. ഏതൊരു പോലീസുകാരനും ഒരു സാധാ പോലീസുകാരൻ വരെ ചെയ്യുന്നതാണ്. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ പോലീസ് ആ വഴിക്ക് ചിന്തിച്ചില്ല നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ അവരെ ആരതിൽ നിന്ന് വിലക്കി? ആ സമയങ്ങളിൽ രാത്രി പെട്രോളിംഗ് വേണ്ടാന്നും പോലീസ് വാഹനങ്ങൾ പരിശോധിക്കേണ്ടെന്നും പറഞ്ഞത് ആരായിരിക്കും? ഇയാളൊരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. അവിടെ തന്നെയുള്ളൊരു വക്കീലിൻ്റെ വീട്ടിൽ പോയി ജാമ്യാപേക്ഷ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് അയാൾ അമ്പലപ്പുഴ വന്നു. ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യാൻ കഴിയില്ല, കാരണം അയാളെ എല്ലാ ചാനലുകളും ഓരോ മണിക്കൂറിലൊരിക്കൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനം തിരിച്ചറിയും, അവർ കൈകാര്യം ചെയ്യും. കാറിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ കാറിൽ ഇയാൾ അമ്പലപ്പുഴ വന്നു, സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു, തിരിച്ചു വന്നു. അയാൾ കോയമ്പത്തൂർ പോയി. പോലീസ് എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അയാൾ ഗാന്ധിനഗർ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നു, അയാൾ അമ്പലപ്പുഴ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറയുന്നത് അയാൾ ആ സ്ഥലം വിട്ടതിന് ശേഷമാണ്. അയാൾ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അയാൾ കോയമ്പത്തൂരിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ്. ഇതെന്ത് പോലീസായത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി അവമാനിക്കപ്പെട്ടതിനെ ഓർത്തല്ല നമ്മൾ ലജ്ജിക്കുന്നത്. ഈ 5 ദിവസമായി കേരളത്തിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകത്തെ ഓർത്താണ്. ആരെ രക്ഷിക്കാനാണ് ആലോചിക്കണം. ഒരു പ്രദേശത്തെ പോലീസ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഈ പരിശോധന നിർത്തിവെക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏതോ ഉന്നതന്മാർ ഇടപെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും ഗൗരവമായി കാര്യങ്ങൾ വരില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യാനോ, ഈ സുനി രക്ഷപ്പെടണം, ഈ 1-ാം പ്രതി രക്ഷപ്പെടണമെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ രക്ഷപ്പെട്ട ബാക്കിയുള്ളവരൊക്കെ അയാളെ വിളിച്ചുകൊണ്ട് വന്നവരാണ്. അവരിൽ നിന്നൊന്നും കൂടുതൽ കാര്യങ്ങൾ പോലീസിന് കിട്ടാൻ പോകുന്നില്ല. അതിലേറെ വിചിത്രമായ മറ്റൊരു കാര്യം, ആദ്യം ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് എന്താ? ആ കാറ് പരിശോധിക്കും, ഫോറൻസിക് പരിശോധനകൾ നടത്തും, കാർ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കും. ഈ 4 ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ മറ്റുമാണ് ആ കാറ് പരിശോധന നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ കേസിനെ എത്ര ഗൗരവമില്ലാതെയാണ് നമ്മുടെ പോലീസ് കൈകാര്യം ചെയ്യുന്നത്? ശരി, ശ്രീ CR നീലകണ്ഠൻ, പൾസർ സുനി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതുന്നവരുണ്ടോ? അല്ല, ഇതിൽ വേണു, നമ്മളിപ്പോൾ PT ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. ഇതിലൊരു പ്രശ്നം, ഈ സിനിമ തിരക്കഥ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഇതൊരു തിരക്കഥയാണ്. തിരക്കഥ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് എങ്ങനെയാണ്, ക്ലൈമാക്സ് എന്ന് തീരുമാനമായാൽ സുനി വരും, പൾസർ സുനിയൊക്കെ വരും, കോടതിയിൽ ഹാജരാകും. ഇപ്പം നമ്മൾ കേട്ടില്ലേ, എല്ലാവരും അയാളോട് കോടതിയിൽ ഹാജരാകും പറയാം, പോലീസിലേക്ക് കീഴടങ്ങാൻ പറയാം. അത് വരും, അതിൻ്റെ സമയമാകുമ്പോൾ വരും, ആ സമയത്ത് വരും. കാരണം ഇത് കൃത്യമായ ഒരു തട്ടിപ്പ് തിരക്കഥ ഇതിൻ്റെ പിന്നിലുണ്ട്, ഈ പോലീസിൻ്റെ മുഴുവൻ ആക്ഷനിലും. നേരത്തെ ഇപ്പോൾ ശക്തിധരൻ തന്നെ പറഞ്ഞു, പിന്നിൽ ആരൊക്കെയോ വലിയ ആളുകളുണ്ട്, നല്ല തിരക്കഥാകൃത്തുക്കൾ, നല്ല അഭിനേതാക്കൾ, നല്ല രൂപത്തിൽ ഇത് കിട്ടുന്ന ആളുകളുണ്ട്. ഇത് പോലീസിൻ്റെ അന്വേഷണം എന്തുകൊണ്ട് ഇങ്ങനെയായി? അതും തിരക്കഥയാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ച എല്ലാ സംശയങ്ങളും ഇതിൽ ബാധകമാണ്. വേണു ചോദിച്ചതും PT ചോദിച്ചതും ഇപ്പോൾ കുമാർ ചോദിച്ചതും എല്ലാ സംശയങ്ങളും ഇതിൽ കൃത്യമാണ്. കാരണം നമുക്കത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ലേ? ഈ സുനി എന്ന് പറയുന്ന പൾസർ സുനി പിടിക്കപ്പെടരുതെന്ന് മാത്രമല്ല, പൾസർ സുനി പിടിക്കപ്പെട്ടാൽ എന്തു പറയണമെന്ന് എഴുതി തയ്യാറാക്കിയതിന് ശേഷം പൾസർ സുനി വരും. പിടിക്കും പൾസർ സുനി, ഒരു സംശയവും വേണ്ട, പിടിക്കും. അത് തിരക്കഥ FIR പൂർത്തിയാവണം. അത് അപ്പോൾ ആരുടെയൊക്കെ പേര് പറയണം, ആരുടെയൊക്കെ പേര് പറയേണ്ട, ആരൊക്കെ രക്ഷപ്പെടണം, അതൊക്കെ നമ്മൾ ക്ലിയർ ആവും. ഇത്